എല്ലാവർക്കും നമസ്കാരം. മത്തി ചേർത്ത് തയ്യാറാക്കിയ നല്ലൊരു മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഇന്ന് ഈ കറി തയ്യാറാക്കുന്നത്. 500 ഗ്രാം മീഡിയം സൈസിലുള്ള നാടൻ മത്തിയാണ് കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. കറി തയ്യാറാക്കുന്നതിന് മുൻപ് നമുക്കിതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 8-10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഉള്ളിയുടെ പച്ചയെല്ലാം ഒന്ന് മാറി നന്നായി സോഫ്റ്റായി കളറെല്ലാം ഒന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയുടെ കളറെല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറും വരെ ഒന്ന് വാട്ടിയെടുക്കണം. മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ ഇതുപോലെ നന്നായിട്ട് നരച്ചെടുത്തിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാനായി തുടങ്ങാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചൂടായിരിക്കുന്ന ഈ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ 8-10 ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയുമാണ്. ഇതെല്ലാം മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിൻ്റെ എല്ലാം പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി കളറെല്ലാം ഒന്ന് മാറി കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു കളറിന് വേണ്ടി മാത്രമായതുകൊണ്ട് ഇതുപോലെ കാശ്മീരി മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തിട്ട് മസാലയുടെ പച്ചച്ചുവ എന്തെങ്കിലുണ്ടെങ്കിലൊന്ന് മാറി സൈഡിലെല്ലാം എണ്ണയൊന്ന് തെളിഞ്ഞു കിട്ടും വരെ ഏകദേശം 1 മിനിറ്റോളം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വഴട്ടിയെടുക്കാം. അങ്ങനെ ഏകദേശം 1 മിനിറ്റോളം വഴട്ടി മസാലയിലെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് ചേർക്കാനുള്ളത്. 4 ചെറിയ കഷ്ണം കുടംപുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഈ പുളി നമുക്ക് ഈ വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ കറിയിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കറി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. മറ്റേതെങ്കിലും പാത്രത്തിലാണ് കറി തയ്യാറാക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. കറിയുടെ എരിവൊന്ന് നോക്കിയിട്ട് നമ്മുടെ എരിവിന് ആവശ്യമായ 2-3 പച്ചമുളക് വരെ ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം കറിയിലൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒരു തവി ഉപയോഗിച്ച് മീനെല്ലാം കറിയിലൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധം വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് മീനിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് വെന്ത് കിട്ടാനായി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് കറിയിലെ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി കറിയൊന്ന് കുറുകി പാകമായി കിട്ടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് കൂടി തുറന്നു വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കറിയുടെ പുളിയൊന്ന് നോക്കിയിട്ട് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ അധികമുള്ള പുളി ഇതുപോലെ എടുത്ത് മാറ്റാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റോളം തുറന്നു വെച്ച് വേവിച്ച് കറിയൊന്ന് കുറുകി പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. താളിക്കാനായിട്ട് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. താളിച്ചതിന് ശേഷം എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായി തവിട്ടിളക്കി മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനായി ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ താളിച്ച് ചേർക്കണമെന്ന് നിർബന്ധമില്ല. താളിക്കുന്നതിന് പകരമായിട്ട് കറിയുടെ തിളയെല്ലാം ഒന്ന് നിന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് ചുറ്റിച്ചെടുത്താലും മതിയാവും. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.